الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له لا ضد له ولا ند له ولا مثيل ونشهد أن محمدا عبده ورسوله وحبيبه وخليله بلغ الرسالة وأدى الأمانة صلى الله عليه وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وعد الله لا يخلف الله وعده ولكن أكثر الناس لا يعلمون ظاهرا من الحياة الدنيا وهم عن الآخرة هم غافلون صدق الله العظيم إنما الأعمال بالنيات وإنما لامرئ ما نوى فمن كانت هجرته إلى دنيا يصيبها أو إلى امرأة ينكحها فهجرته إلى ما هاجر إليه صدق رسوله النبي الكريم സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൗതിക ലോകത്ത് സർവസാധാരണമായി നിശ്ചയിച്ചിരിക്കുന്ന ഒരു ഖാനൂൻ, ഒരു നിയമം, രണ്ട് വസ്തുക്കളെ കൂട്ടിയോജിപ്പിക്കാൻ മൂന്നാമതൊരു ഘടകം അനിവാര്യമാണ് എന്നതാണ്. രണ്ട് തുണിക്കഷണങ്ങളെ കൂട്ടിയോജിപ്പിക്കാൻ സൂചിയും നൂലും അനിവാര്യമാണ്. രണ്ട് കടലാസ് കഷണങ്ങളെ കൂട്ടിയോജിപ്പിക്കാൻ പശ അനിവാര്യമാണ്. രണ്ട് തടിക്കഷണങ്ങളെ കൂട്ടിയോജിപ്പിക്കാൻ ആണി അനിവാര്യമാണ്. രണ്ട് ഇഷ്ടികകളെ കൂട്ടിയോജിപ്പിക്കാൻ സിമന്റ് അനിവാര്യമാണ്. ഇതുപോലെ രണ്ട് മനസ്സുകളെ, ഹൃദയങ്ങളെ കൂട്ടിയോജിപ്പിക്കാൻ അല്ലാഹു നൽകിയിരിക്കുന്ന ബൃഹത്തായ സംവിധാനത്തിന്റെ പേരാണ് ദീനുൽ ഇസ്ലാം. ദീനുൽ ഇസ്ലാം ഉണ്ട് എങ്കിൽ ഹൃദയങ്ങളിൽ പരസ്പരം യോജിപ്പും അടുപ്പവും സാമീപ്യവും ഉണ്ടാവും. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തു പോകുന്നതിന് മുമ്പ് മദീനയിൽ രണ്ട് ഗോത്രക്കാരുണ്ടായിരുന്നു, ഔസും ഹസ്റജും. ഹൃദയങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്നതിന് അനിവാര്യമായ ദീനുൽ ഇസ്ലാം ഇല്ലാത്തത് കൊണ്ട് ഹൃദയങ്ങളിൽ വൈരാഗ്യവും പകയും വിദ്വേഷവും കുടികൊണ്ടിരുന്നു. ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ വർഷങ്ങളോളം കലഹിക്കുകയും യുദ്ധം ചെയ്യുകയും രക്തച്ചൊരിച്ചിലുകൾ സൃഷ്ടിക്കുകയും ചെയ്തിരുന്ന ആ സമൂഹം അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സുകളെ കൂട്ടിയിണക്കുന്നതിന് അനിവാര്യമായ ദീനുൽ ഇസ്ലാമുമായി കടന്നു ചെന്നു. ആ ദീനുൽ ഇസ്ലാമിനെ അവർ ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും തയ്യാറായി. അവരുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരുന്ന പകയും വിദ്വേഷവും വൈരാഗ്യവും മാറി ഹൃദയങ്ങളിൽ പരസ്പരം സ്നേഹം സ്ഥാപിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, മരണത്തോട് വെമ്പൽ കൊള്ളുന്ന വെപ്രാളത്തിന്റെ അവസ്ഥയിൽ വരെയും തന്റെ സഹോദരന്റെ ദാഹശമനയ്ക്ക് വേണ്ടി അങ്ങേയറ്റം ആഗ്രഹിക്കുന്ന ഉയർന്ന അവസ്ഥയിലേക്ക് അവർ എത്തിപ്പെടുകയുണ്ടായി. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്,
ഇന്നല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്തി സയജ്അലു ലഹുർ റഹ്മാനു വദ്ദാ. ഏതൊരാൾ തന്റെ ഹൃദയത്തിൽ ഈമാൻ സ്ഥാപിക്കുകയും ജീവിതത്തിൽ അമല സാലിഹാത്ത് സൽക്കർമ്മങ്ങൾ സ്വായത്തമാക്കുകയും ചെയ്തു, അവരുടെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹത്തെ നിശ്ചയിക്കുന്നതാണ്. അപ്പോ ഇന്ന് വീട്ടിൽ, കുടുംബത്തിൽ, നാട്ടിൽ, മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ ഭിന്നത മാറ്റുന്നതിന് വേണ്ടി കുടുംബ സംഗമങ്ങൾ, അതിനു വേണ്ടുന്ന കാര്യങ്ങൾ ആസൂത്രിതമായി പദ്ധതിയും വ്യവസ്ഥയും ചെയ്തുകൊണ്ട് വലിയ വലിയ സംഗമങ്ങളിൽ സമ്മേളിച്ച് ഹൃദയം സായുജ്യമടഞ്ഞ് നമ്മുടെ ഹൃദയങ്ങളിൽ സ്നേഹമുണ്ടായി എന്ന് തോന്നുമ്പോഴും അത് കഴിയുമ്പോൾ പഴയ ശത്രുതയും വൈരാഗ്യവും അങ്ങനെ തന്നെ ഹൃദയത്തിൽ മുളച്ചു നിൽക്കുന്നത് കാണാം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയങ്ങളിൽ സ്നേഹവും യോജിപ്പും ഐക്യവും തീരുമാനിക്കുന്നതിന് അനിവാര്യമായ ഘടകം ഈമാനും അമലു സാലിഹാത്തുമാണ്. അത് ഹൃദയങ്ങളിൽ സ്ഥാപിക്കുന്നതിനും അത് ജീവിതങ്ങളിൽ നേടിയെടുക്കുന്നതിനും പരിശ്രമിക്കുന്നില്ല, പരസ്പരം ശത്രുതമാവാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വന്നപ്പോൾ ആദ്യമായി പറഞ്ഞ വാചകങ്ങളിൽപ്പെട്ട ഒരു വചനമാണ് മൻ അസ്ലഹ മാ ബൈനഹു വ ബൈനല്ലാഹ് അസ്ലഹ അല്ലാഹു മാ ബൈനഹു വ ബൈന ഇബാദിഹി. ആരെങ്കിലും തന്റെയും തന്റെ ഉടമസ്ഥനായ അല്ലാഹുവുമായുള്ള ബന്ധം സുദൃഢമാക്കുന്നു എങ്കിൽ അവന്റെയും സൃഷ്ടികളുടെയും ഇടയിലുള്ള ബന്ധത്തെ അല്ലാഹു തന്നെ സുദൃഢമാക്കും. അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടെന്ന് ആവശ്യമില്ല. അല്ലാഹു തന്നെ ഹൃദയങ്ങളിൽ യോജിപ്പിനെയും സ്നേഹത്തെയും തീരുമാനിക്കും. കാരണം നമ്മുടെ ദീനുൽ ഇസ്ലാമിന്റെ പ്രത്യേകതയാണത് കടമകളും കടപ്പാടുകളും നല്ല നിലയിൽ വിശദീകരിക്കുന്ന ബൃഹത്തായ ഒരു പ്രത്യയശാസ്ത്രമാണ്. ഉമ്മയോടുള്ള കടമ, ഉപ്പയോടുള്ള കടമ, ഭാര്യയോടുള്ള കടമ, മക്കളോടുള്ള കടമ, ബന്ധുക്കളോടുള്ള കടമ, അയൽവാസികളോടുള്ള കടമ, സമ്പത്തിനോടുള്ള കടമ. ഈ കടമകൾ കൃത്യമായി പാലിക്കുമ്പോൾ പിന്നെ എവിടെയും ശത്രുതയും വൈരാഗ്യവും പ്രശ്നങ്ങളും ഉണ്ടാകില്ല. എവിടെയാണ് അസ്വാര്യങ്ങളും അസ്വസ്ഥതകളും ഭിന്നതകളും ഉടലെടുക്കുന്നത്? മനുഷ്യൻ പരസ്പരമുള്ള കടമകൾ അവഗണിക്കുമ്പോൾ. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന നിലയിലേക്ക് വരുമ്പോൾ കീഴടിയെ നേതൃത്വത്തിനെതിരിൽ ഭിന്നിക്കും. അപ്പൊ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കടമകൾ പാലിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഹൃദയത്തിൽ ശത്രുതയ്ക്ക് യാതൊരു സ്ഥാനവും ഇല്ല. നമ്മുടെ ദീനുൽ ഇസ്ലാമിന്റെ ഒരു പ്രത്യേകതയാണ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അത് ജീവൻ എന്നുള്ളത്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് തന്നെ യാ അയ്യുഹല്ലദീന ആമനു ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂൽ ഇദാ ദഅാകും ലിമാ യുഹീകും. ലോകത്തുള്ള മുഴുവൻ സത്യവിശ്വാസികളെയും വിളിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ ഉദ്ബോധനമാണ് ഇസ്തജീബൂ ലില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന് ഉത്തരം നൽകണം. അല്ലാഹുവിന്റെ റസൂലിന് ഉത്തരം നൽകണം. അതായത് ഖുർആനിന്റെയും നിർദ്ദേശങ്ങൾ പാലിക്കണം, ഹദീസിന്റെയും നിർദ്ദേശങ്ങൾ പാലിക്കണം. എന്നിട്ട് അല്ലാഹു പറയാണ് അവ രണ്ടുപേരും നിങ്ങളെ ജീവിപ്പിക്കുന്ന കാര്യത്തിലേക്കാണ് വിളിക്കുന്നത്. മനുഷ്യന്റെ ഹൃദയത്തിലും ആത്മാവിലും അവയവങ്ങളിലും ആത്മീയ ചൈതന്യം നൽകുന്ന കാര്യങ്ങളിലേക്കാണ് അല്ലാഹു റസൂലും വിളിക്കുന്നത്. അത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ആത്മാവാണ്, ജീവനാണ്. ഈ ജീവനാകുന്ന ഇസ്ലാം ലോകത്തുള്ള മനുഷ്യരിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായും എല്ലാ മനുഷ്യർക്കും പരസ്പരം ബന്ധമുണ്ടാകും, പരസ്പരമുള്ള കടമകൾ പാലിക്കും. ഏതുപോലെ മനുഷ്യന്റെ അവയവങ്ങളെ എല്ലാം കൂട്ടിയോജിപ്പിക്കുന്ന ഘടകമാണ് ആത്മാവ്. മനുഷ്യന്റെ ശരീരത്തിന്റെ ഉള്ളിൽ ആത്മാവ് അഥവാ ജീവനുണ്ട് എങ്കിൽ എല്ലാ അവയവങ്ങൾക്കും പരസ്പരം ബന്ധമുണ്ടായിരിക്കും. അവയവങ്ങൾ പരസ്പരമുള്ള കടമകൾ പാലിക്കും. ജീവനുള്ള ഒരു മനുഷ്യന്റെ കാലിൽ പാമ്പ് കടിച്ചു, ഒരിക്കലും നാവ് ചിന്തിക്കില്ല കാലിനല്ലേ കടിയേറ്റത്, ഞാൻ എന്തിനാ ബഹളം ഉണ്ടാക്കുന്നത്.
കാലിനേറ്റ കടിയുടെ പേരിൽ നാവ് അപ്പോൾ തന്നെ ശ്രദ്ധിക്കും, അപ്പോ എന്റെ കാലിൽ പാമ്പ് കടിച്ചു. എല്ലാ അവയവങ്ങളും ധരിക്കില്ല, കാലിനല്ലേ കടിയേറ്റ്. നമ്മളെന്തിനായി ഇത്രയും കൂടുതൽ വെപ്രാളം കാണിക്കുന്നത്? എല്ലാ അവയവങ്ങളും സുസജ്ജമാകും, ഹോസ്പിറ്റലിലേക്ക് ഓടും, ഡോക്ടറിന്റെ നിർദ്ദേശം ചെവി കേൾക്കും, മസ്തിഷ്കം ഓർമ്മ വയ്ക്കും, എല്ലാ അവയവങ്ങളും കൃത്യമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി സന്നദ്ധരാകും. എപ്പോഴാണ് ഈ അവയവങ്ങൾക്ക് പരസ്പരം ബന്ധമുണ്ടാകുന്നത്? ഉള്ളിൽ ജീവൻ ഉണ്ടായിരിക്കുമ്പോഴാണ്. ഇനി മനുഷ്യന്റെ ശരീരങ്ങളുടെ അവയവങ്ങളെ പരസ്പരം ബന്ധിക്കുന്ന ആത്മാവ് ജീവനില്ല. ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുകയാണ്, ആ മനുഷ്യന്റെ കാലിൽ പാമ്പ് കടിച്ചു, നാവ് ശബ്ദിക്കില്ല, അവയവങ്ങൾ സുസജ്ജമാകില്ല, ഹോസ്പിറ്റലിലേക്ക് ഓടില്ല, ചെറിയ ഡോക്ടറുടെ നിർദ്ദേശം കേൾക്കില്ല. കാരണം അവയവങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്നതിന് അനിവാര്യമായ ജീവൻ നഷ്ടപ്പെട്ടു പോയി. ഇതുപോലെ ലോകത്തുള്ള മനുഷ്യരിൽ ജീവൻ ഉണ്ട് എങ്കിൽ എല്ലാ മനുഷ്യരുടെയും ഇടയിൽ പരസ്പരം ബന്ധമുണ്ടാകും, പരസ്പരമുള്ള കടമകൾ കൃത്യമായി അറിയും. അമേരിക്കയിൽ താമസിക്കുന്ന ഒരു മുസ്ലിമിന് ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ ഇന്ത്യയിൽ കഴിയുന്ന മുസ്ലിമിന്റെ ഹൃദയത്തിൽ വേദനയുണ്ടാകും. അയാളെ ആ ബുദ്ധിമുട്ടിൽ നിന്ന് എങ്ങനെ രക്ഷിക്കാമെന്ന് ചിന്തിക്കും. ഒരിക്കൽ തന്റെ കൂട്ടുകാരുടെ കൂട്ടത്തിൽ യാത്ര ചെയ്തു പോകുന്നതിന്റെ ഇടയിൽ ഒരു ക്രൈസ്തവ സന്യാസിയെ കാണാനിടയായി. അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ സന്യാസത്തിൽ കഴിഞ്ഞുകൂടുകയാണ്. സന്യാസത്തിന്റെ പേരിൽ ഭക്ഷണമൊന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ശരീരമെല്ലാം മെലിഞ്ഞുണങ്ങി ഒട്ടിപ്പോയി. അദ്ദേഹം കുളിക്കാത്തത് കൊണ്ട് ശരീരത്തിൽ പൊടിപടലങ്ങളും അഴുക്കുകളും പുരണ്ടിരിക്കുകയാണ്. തലയൊന്നും ശരിയായി ചീവി വൃത്തിയാക്കാത്തത് കൊണ്ട് തലയുടെ മുടിയിൽ ജടപിടിച്ചിരിക്കുകയാണ്. ഇങ്ങനെ സന്യാസത്തിന്റെ പേരിൽ ശരീരം മുഴുവനും തകർന്ന് തരിപ്പണമായി പോയ ഒരു ക്രൈസ്തവ പുരോഹിതനെ കണ്ടപ്പോൾ ഖലീഫത്തുൽ മുസ്ലിമീൻ ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയാൻ തുടങ്ങി. കൂട്ടുകാര് ധരിച്ചു, ഉമർ റളിയല്ലാഹു അൻഹു ഇതൊരു മുസ്ലിമായ സൂഫിയാണ് എന്ന ധാരണയിൽ കരയുന്നതായിരിക്കും. കൂട്ടുകാര് പറഞ്ഞു, അല്ലയോ ഖലീഫത്തുൽ മുസ്ലിമീൻ ഉമർ, നിങ്ങൾ ധരിക്കുന്നത് പോലെ ഇതൊരു മുസ്ലിമായ സൂഫി വര്യനല്ല. ഇദ്ദേഹം നമ്മുടെ മതത്തിൽപ്പെട്ടയാളല്ല, ഇദ്ദേഹം ക്രിസ്ത്യാനിയാണ്. ക്രൈസ്തവ മതത്തിന്റെ സന്യാസത്തിന്റെ രീതിയും ശൈലിയും അവലംബിച്ചത് കൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ ശരീരം ഒട്ടിപ്പോയിരിക്കുന്നത്, ഇദ്ദേഹത്തിന്റെ മുടി ജടപിടിച്ചിരിക്കുന്നത്, ഇദ്ദേഹത്തിന്റെ ശരീരമാസകല പൊടിപടലങ്ങൾ കൊണ്ട് വികൃതമായിരിക്കുന്നത്. പറഞ്ഞു, എനിക്ക് മനസ്സിലായി ഇദ്ദേഹം ക്രിസ്ത്യാനിയാണ്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ കരഞ്ഞത്. നാളെ മഹ്ശറിൽ ഇദ്ദേഹം ഹാജരാകുമ്പോൾ ഭൗതിക ലോകത്ത് ഇദ്ദേഹം നടത്തിയ സന്യാസത്തിന്റെ പേരിൽ സഹിക്കേണ്ടി വന്ന ക്ഷീണത്തിന്റെയും തളർച്ചയുടെയും അടയാളം മുഖത്ത് പ്രകടമായിരിക്കും. എന്നാൽ ഇദ്ദേഹത്തിന്റെ സംഗീതം നരകമായിരിക്കും. അത് ഓർത്തുകൊണ്ടാണ് ഞാൻ കരഞ്ഞത്. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ഓതി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഹൽ അതാക ഹദീസുൽ ഗാശിയ وجوه يومئذ خاشعة عاملة ناصبة تصلى نارا حامية. നാളെ മഹ്ശറിൽ ഒരു വിഭാഗം ജനങ്ങളുടെ മുഖങ്ങൾ ഭയവിഹ്വലമായിരിക്കും. ആമിലത്തുൻ നാസിബ, ഭൗതിക ലോകത്തെ അവർ പണിയെടുത്തതിന്റെ ക്ഷീണത്തിന്റെ അടയാളം മുഖത്ത് കൂടി പ്രകടമായിരിക്കും. എന്നാൽ അവരുടെ പരിശ്രമത്തിന്റെ മാർഗരേഖ ശരിയായിരുന്നില്ല. തെറ്റായ മാർഗത്തിൽ അവർ അവരുടെ പരിശ്രമത്തിന്റെ മാർഗത്തിന് ചെലവഴിച്ചു. കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ അവർ പ്രവേശിക്കേണ്ടി വരും. ഈ ക്രൈസ്തവ പുരോഹിതൻ ഇദ്ദേഹത്തിന്റെ സന്യാസത്തിന്റെ അടയാളം നാളെ മഹ്ശറിൽ മുഖത്തുകൂടി പ്രകടമായിരിക്കും. എന്നാൽ ശരിയായ മാർഗരേഖയിൽ അദ്ദേഹം കടന്നു വന്നിരുന്നില്ല. മുസ്ലിമായും കൊണ്ട് ആത്മീയതയുടെ മാർഗത്തിൽ ഇദ്ദേഹം കഠിനാധ്വാനം ചെയ്തിരുന്നു എങ്കിൽ ഇദ്ദേഹം സ്വർഗവാസിയാകുമായിരുന്നു. എന്നാൽ പരിശ്രമത്തിന്റെ മാർഗം തെറ്റിപ്പോയി, അതുകൊണ്ട് ഇദ്ദേഹം നരകവാസിയായി. ഉമർ റളിയല്ലാഹു അൻഹു എവിടെയോ കിടക്കുന്ന ഒരു ക്രൈസ്തവ പുരോഹിതൻ നരകത്തിലേക്ക് പോകുമോ എന്ന് കണ്ടപ്പോൾ ഹൃദയത്തിൽ വേദന, വെപ്രാളം, കരയുകയാണ്.
ദീനുണ്ട് എങ്കിൽ ലോകത്ത് എവിടെയെങ്കിലും ഒരു മനുഷ്യൻ നരകത്തിലേക്ക് പോകുന്നു എന്ന് കേൾക്കുമ്പോൾ, അറിയുമ്പോൾ വല്ലാത്ത വേവനാതിയും വെപ്രാളവും ഉണ്ടാകും. അയാളെ എങ്ങനെയാ നരകത്തിന്റെ കത്തിജ്വലിക്കുന്ന അഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗാവകാശിയാക്കാം എന്ന് ചിന്തിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ ദീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ജീവനാണ്, ആത്മാവാണ്. ഈ ദീനുണ്ട് എങ്കിൽ ലോകത്ത് എവിടെയുള്ള മുസ്ലിമിനും മനുഷ്യനും എന്തെങ്കിലും ഭൗതിക ആത്മീയ ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഹൃദയം വെമ്പൽ കൂടും. ഇനി ദീനില്ല എങ്കിൽ തന്റെ അയൽവാസി പട്ടിണി കിടന്നാൽ ഞാൻ സുഖമായി ജീവിക്കുന്നുണ്ടല്ലോ, തന്റെ ബന്ധുക്കളൊക്കെ ബുദ്ധിമുട്ടിയാൽ ഞാൻ നല്ല നിലയിൽ സ്വൈര്യമായി വിഹരിക്കുന്നുണ്ടല്ലോ, തന്റെയും ഭാര്യയുടെയും മക്കളുടെയും കാര്യം മാത്രം ശ്രദ്ധിക്കും. ലോകത്ത് ജീവിച്ചു കഴിഞ്ഞുപോയ വലിയ ഒരു പണ്ഡിതനായിരുന്നു മൗലാന ഉമർ സാഹിബ് പാലൻപൂരി റഹിമഹുല്ലാഹ്. മഹാനവറുകൾ തബ്ലീഗിന്റെ സമ്മേളനം ബംഗ്ലാദേശിൽ കഴിഞ്ഞ് ജപ്പാനിലേക്ക് വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ സഹയാത്രികനായി കൂട്ടത്തിൽ ഉണ്ടായിരുന്നത് ഒരു ക്രൈസ്തവ പുരോഹിതനായിരുന്നു. മൗലാനയോട് ചോദിച്ചു, നിങ്ങളൊരു മുസ്ലിമാണ് എന്ന് തോന്നുന്നുണ്ടല്ലോ. പണ്ഡിതനായ മൗലാന ഉമർ സാഹിബ് പാലൻപൂരി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഞാൻ മുസ്ലിമാണ് എന്ന് മാത്രമല്ല, ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന ഒരു പ്രബോധകൻ കൂടിയാണ്. അവർ ക്രൈസ്തവ പുരോഹിതനായ ഡോക്ടർ ചോദിക്കുകയുണ്ടായി, ഞാന് ഒരു ക്രിസ്തു മതത്തിന്റെ പുരോഹിതനാണ്, ആത്മീയ നേതാവാണ്. ഞങ്ങളുടെ മതത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്തിരിക്കുന്ന സംവിധാനങ്ങൾ ഭൗതികമായ നിലയിൽ അത്യുയർന്ന നിലയിലാണ്, അത്യുന്നതമായ രീതിയിൽ കാഴ്ചവെക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഹോസ്പിറ്റലുകൾ സ്ഥാപിക്കും, അവിടെ ഫ്രീ ആയി ചികിത്സ നൽകിക്കൊണ്ട് ജനങ്ങളുടെ മുന്നിൽ നമ്മുടെ മതത്തിനെ സമർപ്പിക്കും, നമ്മുടെ മതത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കും. ധാരാളം പ്രദേശങ്ങളിൽ സ്കൂളുകൾ നിർമ്മിക്കും, പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഫ്രീ ആയി വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് അവരുടെ ഹൃദയങ്ങളിലേക്ക് നമ്മുടെ മതത്തിനോടുള്ള താല്പര്യമുണ്ടാക്കി പിന്നീട് നമ്മുടെ മതത്തിലേക്ക് അവരെ ക്ഷണിക്കും. വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കും, നമ്മുടെ മതത്തിലേക്ക് അവരുടെ ഹൃദയത്തിൽ താല്പര്യമുണ്ടായി അവരെ നമ്മുടെ മതത്തിലേക്ക് ക്ഷണിക്കും. ഇങ്ങനെ ധാരാളം സ്ഥലങ്ങളിൽ ഹോസ്പിറ്റലുകൾ നിർമ്മിച്ച്, സ്കൂളുകൾ നിർമ്മിച്ച്, ധാരാളം പേർക്ക് വീട് വെച്ചു കൊടുത്തു, പട്ടിണി പാവങ്ങൾക്ക് അന്നത്തിനുള്ള വക നൽകി, അന്നം നൽകി. അങ്ങനെയാണ് ലോകരാജ്യങ്ങളിൽ ഞങ്ങൾ മിഷണറി പ്രവർത്തനം നടത്തുന്നത്. നിങ്ങളുടെ ഈ തബ്ലീഗിന്റെ സംവിധാനത്തിൽ അങ്ങനെ ഒരു കാര്യം നമ്മൾ കാണുന്നില്ല. യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിലും അറേബ്യൻ രാജ്യങ്ങളിലാണെങ്കിലും ഏഷ്യൻ ഭൂഖണ്ഡത്തിലുള്ള രാജ്യങ്ങളിലാണെങ്കിലും നിങ്ങൾ ജനങ്ങളുടെ അടുക്കൽ പോകുന്നു, അല്ലാഹുവിനെ കുറിച്ചും ദീനിനെ കുറിച്ചും പറയുന്നു. ധാരാളം പേര് ദീനിലേക്ക് വരുന്നു. മുസ്ലിമീങ്ങളിൽ നിന്ന്, ഇസ്ലാമിൽ നിന്ന് അകന്നുപോയ ആൾക്കാരും ദീനിലേക്ക് വരുന്നു. നിങ്ങൾ അമുസ്ലിമീങ്ങളെ ദഅവത്ത് ചെയ്യാറില്ല, എന്നാൽ നിങ്ങളുടെ ഇസ്ലാമിന്റെ രീതി കണ്ടുകൊണ്ട് ധാരാളം യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള അമുസ്ലിമീങ്ങൾ മുസ്ലിമീങ്ങളായിരിക്കുകയാണ്. ഞങ്ങൾ ഇത്രയും ഭൗതികമായ സംവിധാനങ്ങൾ ഒരുക്കി മിഷണറി പ്രവർത്തനം ചെയ്തിട്ടുണ്ട്. നമ്മുടെ മതത്തിലേക്ക് അങ്ങനെ ഒരു കുടിയൊഴുക്ക് കാണുന്നില്ല. എന്താണ് അതിനുള്ള കാരണം? മൗലാന ഉമർ സാഹിബ് പാലൻപൂരി റഹിമഹുല്ലാഹ് പറഞ്ഞു, തുമാരാ ദീൻ മുർദാ ഹേ, ഹമാരാ ദീൻ ജിന്ദാ ഹേ. നിങ്ങളുടെ ദീൻ നിർജീവമായതാണ്, നമ്മുടെ ദീൻ ജീവനുള്ളതാണ്. കാരണം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ നിയോഗത്തോടെ എല്ലാ ദീനുകളും മൻസൂഖായി പോയി, അസ്ഥിരപ്പെട്ടു പോയി. അതുകൊണ്ട് നിങ്ങളുടെ ദീൻ ജീവനില്ലാത്തതാണ്, മരിച്ചുപോയതാണ്. നമുക്കറിയാം, മരിച്ചുപോയ ഒരു ശവം സ്വന്തമായി സഞ്ചരിക്കില്ല. അതിനെ സന്തൂക്ക് കട്ടിലിൽ വെച്ച് മനുഷ്യൻ അവന്റെ ചുമലിൽ പേറിക്കൊണ്ട് നടന്നു പോകേണ്ടി വരും. ഇതുപോലെ നിങ്ങളുടെ ദീൻ മതിയടഞ്ഞതാണ്, മരിച്ചുപോയതാണ്, സ്വന്തമായി സഞ്ചരിക്കാൻ കഴിവില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ വഹിച്ചു കൊണ്ടുപോകാൻ ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ, ആതുര സേവന പ്രവർത്തനങ്ങൾ അനിവാര്യമാണ്. നമ്മുടെ ദീനിന്റെ പ്രത്യേകതയാണ് അത് ജീവനുള്ള ദീനാണ്. ആ ജീവനുള്ള ശരീരത്തിന് മറ്റാരും നയിച്ചു കൊണ്ടു പോകേണ്ടുന്ന കാര്യം അത് സ്വന്തമായി തന്നെ സഞ്ചരിക്കും. ഇതുപോലെ നമ്മുടെ ദീനിന്റെ പ്രത്യേകതയാണ് സ്വന്തമായി പ്രചരിച്ചുകൊണ്ടും സ്വന്തമായി വ്യാപിച്ചുകൊണ്ടും. പുറകിൽ നിന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തു കൊടുത്താലും മതി. അതുകൊണ്ടാണ് നമ്മുടെ ചെറിയ ചെറിയ ദഅവത്തിലൂടെ ലോകത്ത് ഇത്രയും വലിയ ഇസ്ലാമിക പരിവർത്തനങ്ങൾ ഉണ്ടാകുന്നത്.
നിങ്ങളുടെ ഭൗതികമായ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് ജനങ്ങളെ നിങ്ങളുടെ ദീനിലേക്ക് ക്ഷണിച്ചിട്ടും ജനങ്ങൾ നിങ്ങളുടെ ദീനിലേക്ക് കൂട്ടമായി കുടിയൊഴുക്ക് നടത്താത്തത്. كذلك أوحينا إليك روحا من أمرنا ما كنت تدري ما الكتاب ولا الإيمان ولكن جعلناه نورا نهدي به من نشاء من عبادنا وإنك لتهدي إلى صراط مستقيم كذلك أوحينا إليك മുഹമ്മദേ, ഇപ്രകാരം നാം നിങ്ങളിലേക്ക് സന്ദേശമായി അറിയിക്കുന്ന ദീനുൽ ഇസ്ലാം റൂഹൻ മിൻ അംരിനാ, നമ്മുടെ കൽപ്പനയിൽ നിന്നുള്ള ആത്മീയ ചൈതന്യമാണ്. റൂഹാണ്, ജീവനാണ്. ഇസ്ലാമിന്റെ പ്രത്യേകത ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ആത്മാവാണ്. മനുഷ്യ ശരീരത്തിൽ ആത്മാവുണ്ട് എങ്കിൽ എല്ലാ അവയവങ്ങൾക്കും പരസ്പരം ബന്ധമുള്ളതുപോലെ ലോകത്ത് മനുഷ്യരിൽ ദീനും ഇസ്ലാമും ഉണ്ട് എങ്കിൽ എല്ലാവർക്കും പരസ്പരം ബന്ധവും സ്നേഹവും ഐക്യവും പരസ്പരമുള്ള കടമകളും കടപ്പാടുകളും പാലിക്കുന്ന ഉയർന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരും. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് അദ്ദേഹം കൂഫയിലെ മാർക്കറ്റിലൂടെ നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ നഷ്ടപ്പെട്ടു പോയ ഒരു പടയങ്കി മാർക്കറ്റിൽ ഒരു ക്രൈസ്തവ സഹോദരൻ വിൽപ്പനയ്ക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു ആ ക്രൈസ്തവന്റെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു, ഇത് എന്റെ പടയങ്കിയാണല്ലോ, എങ്ങനെയാ നിന്റെ കയ്യിലെത്തിയത്? എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ട് മാസങ്ങളായി ഞാനിത് അന്വേഷിച്ചുകൊണ്ട് എവിടെയെല്ലാം സഞ്ചരിച്ചു, നിനക്ക് എവിടെ നിന്നാണ് ഇത് കിട്ടിയത്? ആ ക്രൈസ്തവ സഹോദരൻ പറയുകയുണ്ടായി, ഇത് എന്റെ പടയങ്കിയാണ്, ഞാൻ മാർക്കറ്റിൽ വിൽപ്പനയ്ക്ക് വേണ്ടി വെച്ചപ്പോൾ എന്തിനാണ് നിങ്ങളുടേത് എന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നത്? ഇത് എന്റെ പടയങ്കിയാണ്. രണ്ടുപേരുടെയും ഇടയിൽ തർക്കം മോർച്ചിച്ചപ്പോൾ ശബ്ദമുയർന്നു, ജനങ്ങൾ ഒരുമിച്ചുകൂടി. ലോകത്തിന്റെ 3/2 ചക്രവർത്തിയായ അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ പടയങ്കിയാണ് ഇത് എന്ന്. ആ ക്രൈസ്തവ സഹോദരനാണ് എങ്കിൽ അതിനെ നിഷേധിക്കുകയും ചെയ്യുന്നു. അവസാനം പ്രശ്നം അലി റളിയല്ലാഹു തന്നെ കൂഫയിൽ നിശ്ചയിച്ച കോടതിയിലെത്തി. ആ കോടതിയിലെ ചീഫ് ജഡ്ജിയായി അലി റളിയല്ലാഹു അൻഹു തന്നെ നിശ്ചയിച്ച ഖാദി ശുറൈഹ് അദ്ദേഹത്തിന്റെ അടുക്കൽ പ്രശ്നമെത്തി. ഖാദി ശുറൈഹ് അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയുണ്ടായി, നിങ്ങളാണ് വാദിക്കുന്നത് നിങ്ങളുടെ പടയങ്കി എന്ന്, അതുകൊണ്ട് വാദി സാക്ഷിയെ കൊണ്ടുവരണം. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ അടുക്കൽ സാക്ഷിയായി ഹുസൈൻ റളിയല്ലാഹു അൻഹു ഉണ്ട്. അലി റളിയല്ലാഹു അൻഹു തന്നെ തീരുമാനിച്ച കൂഫയിലെ കോർട്ടിലെ ചീഫ് ജഡ്ജിയായ ഖാദി ശുറൈഹ് പറഞ്ഞു, ഹുസൈൻ നിങ്ങളുടെ മകനാണ് റളിയല്ലാഹു അൻഹു. ഒരിക്കലും പിതാവിന്റെ വിഷയത്തിൽ മകന്റെ ഷഹാദത്ത് സ്വീകരിക്കില്ല. മറ്റേതെങ്കിലും സാക്ഷി നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ടുണ്ടോ? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ പടയങ്കി എന്റേതാണ് എന്ന് വാദിക്കാൻ മറ്റ് സാക്ഷികളെ എനിക്ക് കൊണ്ടുവരാൻ കഴിയില്ല. ആ ക്രൈസ്തവ സഹോദരന് വേണ്ടി ഖാദി ശുറൈഹ് ആ പടയങ്കിയെ തീരുമാനിച്ചു. ഈ പടയങ്കി തീർച്ചയായും ഈ ക്രിസ്ത്യാനിയായ സഹോദരന്റെതാണ്. ആ പടയങ്കിയും കയ്യിൽ പിടിച്ചുകൊണ്ട് ആ ക്രൈസ്തവ സഹോദരൻ അവിടെ നിന്നുകൊണ്ട് ഉച്ചസ്ഥലത്തിൽ ഒരു പ്രഖ്യാപനം നടത്തി, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആ ക്രൈസ്തവ സഹോദരൻ പറയുകയുണ്ടായി, പടയങ്കി യഥാർത്ഥത്തിൽ ലോകത്തിന്റെ ചക്രവർത്തിയായ അലിയുടേതാണ് റളിയല്ലാഹു അൻഹു. സിഫീൻ യുദ്ധം കഴിഞ്ഞ് അദ്ദേഹം വെപ്രാളത്തിൽ നടന്നു പോകുന്നതിന്റെ ഇടയിൽ അദ്ദേഹത്തിന്റെ വാഹനത്തിൽ നിന്ന് താഴേക്ക് വന്നു വീണു. ഞാൻ അതിനെ ആരും കാണാതെ എടുത്തു. മാസങ്ങൾ പലതും കഴിഞ്ഞു അദ്ദേഹം അതിനെക്കുറിച്ച് മറന്നിട്ടുണ്ടാകും എന്ന ചിന്തയോടുകൂടി മാർക്കറ്റിൽ വിൽപ്പനയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന് വെച്ചതാണ്. എന്നാൽ അലി റളിയല്ലാഹു അൻഹു തന്നെ തീരുമാനിച്ച കോടതി, അദ്ദേഹം തന്നെ തീരുമാനിച്ച ചീഫ് ജഡ്ജി ഇസ്ലാമിന്റെ നിയമം സാക്ഷിയെ കൊണ്ടുവരാൻ കഴിയാത്തത് കൊണ്ട് അദ്ദേഹത്തിനെതിരായപ്പോൾ ആ ഇസ്ലാമിന്റെ നിർദ്ദേശം അദ്ദേഹം കൃത്യമായി പാലിച്ചുകൊണ്ട് തന്റെ മേലുദ്യോഗസ്ഥനെതിരിൽ തീരുമാനം കൽപ്പിച്ചു എങ്കിൽ ഇത്രയും ബൃഹത്തായ ഒരു പ്രത്യശാസ്ത്രത്തിൽ നിന്നും ഇനിയും ഞാൻ എന്തിനെ അമാന്തിച്ചു നിൽക്കണം
ഇനിയും എന്തിന് ഞാൻ പിന്തി നിൽക്കണം? അതുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇസ്ലാം യഥാർത്ഥത്തിൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ആത്മാവ് ജീവനാണ്. ഏതുപോലെ മനുഷ്യന്റെ ശരീരത്തിന്റെ ഉള്ളിൽ ജീവനുണ്ട് എങ്കിൽ പരസ്പരം അവയവങ്ങൾ കടമകളും കടപ്പാടുകളും പാലിക്കുമോ? ഇതുപോലെ ലോകത്ത് ഇസ്ലാമും ദീനും നിലനിൽക്കുമെങ്കിൽ പരസ്പരമുള്ള കടമകൾ പാലിക്കപ്പെടും. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അദീ ഇബ്നു ഹാത്തിമിനോട് പറഞ്ഞത്, ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോ അദ്ദേഹം മാറി നിന്നു. അദിയെ, എന്തുകൊണ്ടാണ് ഇസ്ലാമിൽ നിന്ന് മാറി നിൽക്കുന്നത്? എനിക്കറിയാം. മുഹമ്മദിന്റെ കൂട്ടത്തിലുള്ളത് കുറച്ച് പാവങ്ങളായ ആൾക്കാർ, അടിമകളും പാവങ്ങളും, പ്രമാണികളും പ്രബലന്മാരും ഒക്കെ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാണ്. എന്നാൽ നീ മനസ്സിലാക്കിക്കൊള്ളുക, ഇസ്ലാമിന് എത്ര വലിയ ശക്തി കൈവരുമെന്നാൽ ഇന്ന് ലോകത്തിന്റെ ഏറ്റവും വലിയ സാമ്രാജ്യത്തെ അധിനിവേശ ശക്തിയായ റോം ചെറിയ ചെറിയ രാജ്യങ്ങളെ പിടിച്ചെടുത്തുകൊണ്ട് വിശാലമായ സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്ന റോം, ആ റോമിന്റെ ചക്രവർത്തിയായ ഹെറുസലിന്റെ കൊട്ടാരം ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും കീഴടങ്ങും. ഇന്ന് മുസ്ലിമീങ്ങൾ പാവങ്ങളാണ് എങ്കിൽ ഈ മുസ്ലിമീങ്ങളുടെ കരങ്ങളിൽ ഇസ്ലാമിന്റെ പേരിൽ എത്ര വലിയ സമ്പത്ത് വന്ന് കുവിഞ്ഞുകൂടുമെന്നാൽ ആ സമ്പത്തിന്റെ സക്കാത്തിന്റെ ഓഹരി കൊടുത്തു വീഴാനുള്ള അവകാശികളില്ലാതെ നെട്ടോട്ടുമ്പോൾ വൃക്ഷങ്ങളുടെ മുകളിൽ കൊണ്ടുവന്ന് കെട്ടിവെക്കേണ്ടി വരും. ഇന്ന് ജനങ്ങളുടെ ഇടയിൽ നിർഭയത്വം എവിടെയുമില്ല. എല്ലാവരും ജീവനെ പേടിച്ചുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത് എങ്കിൽ ഇസ്ലാം എത്ര വലിയ ശാന്ത സുന്ദരമായ വൃക്ഷശാസ്ത്രം എന്നാൽ ഹിറാ എന്ന് പറയുന്ന പട്ടണത്തിൽ നിന്ന് മക്കയിലേക്ക് ഒരു സ്ത്രീ ഒറ്റയ്ക്ക് വന്ന് ഹജ്ജ് ചെയ്ത് മടങ്ങിപ്പോകും. കാരണം ആ നിലയിൽ ഇസ്ലാമിന്റെ പേരിൽ കടമകളും കടപ്പാടുകളും പാലിക്കപ്പെടും. ഒരു സ്ത്രീയുടെയും അഭിമാനത്തിന് ഭംഗം സംഭവിക്കില്ല. ഒരു സ്ത്രീയുടെയും അഭിമാനത്തിന് പിച്ച് ചീന്തപ്പെടില്ല. അദീ ഇബ്നു ഹാത്തിം ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു. ഒന്നാമതായി, റോമിന്റെ ഹെറുസലിന്റെ കൊട്ടാരം കീഴടങ്ങുമ്പോൾ മുസ്ലിം സൈന്യത്തിൽ അന്ന് ഞാനും ഉണ്ടായിരുന്നു. രണ്ടാമത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലമായപ്പോൾ ഞങ്ങൾ എല്ലാവരും ഹജ്ജിന് വേണ്ടി പോയി. ഒരു സ്ത്രീ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ മറയുടെ പിന്നിൽ നിന്നിട്ട് സംസാരിക്കുകയാണ്, അല്ലയോ ഖലീഫത്തുൽ മുസ്ലിമീൻ ഉമർ, ഞാൻ ഇറാഖിന്റെ ഹിറാ എന്ന് പറയുന്ന പട്ടണത്തിൽ നിന്ന് വന്ന സ്ത്രീ ഒറ്റയ്ക്കാ വന്നത്. യാത്രയുടെ അനുഭവം വിശദീകരിക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ഏതെല്ലാം പ്രദേശങ്ങളിലൂടെ കടന്നുപോയോ അവിടെയെല്ലാം ഇസ്ലാമിന്റെയും മുസ്ലിമീങ്ങളുടെയും നല്ല സൗന്ദര്യവും പ്രകാശവും കാണാൻ കഴിഞ്ഞു. മുസ്ലിമീങ്ങൾ മറയുടെ പിന്നിലാക്കി വീട്ടിൽ കൊണ്ടുപോകും. ആ വീട്ടിലുള്ള സ്ത്രീകൾ പൂർണ്ണമായി എന്നെ ഒരു സഹോദരിയെ പോലെ പരിഗണിച്ചുകൊണ്ട് എന്നെ ആദരിക്കുകയും സൽക്കരിക്കുകയും ചെയ്തു. അങ്ങനെ എന്റെ അഭിമാനം പൂർണ്ണമായും സൂക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തി ഹജ്ജ് ചെയ്ത് മടങ്ങിപ്പോകുന്നത്. അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ രണ്ട് കാര്യം സംഭവിച്ചു എങ്കിൽ മൂന്നാമത്തെ കാര്യവും സംഭവിക്കും. കാരണം ലോകത്തൊരിക്കലും തമാശയ്ക്ക് പോലും കളവ് പറഞ്ഞിട്ടില്ലാത്ത മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ വാചകമാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹിന്റെ കാലമായപ്പോൾ മുസ്ലിമീങ്ങളുടെ കരങ്ങളിൽ എത്ര വലിയ സമ്പത്ത് വന്ന് കുവിഞ്ഞുകൂടി എന്നാൽ മുസ്ലിമീങ്ങൾക്ക് സക്കാത്ത് കൊടുത്തു വീടാനുള്ള അവകാശികളില്ലാതെ സക്കാത്തിന്റെ സമ്പത്തുമായി ബൈത്തുൽ മാലിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുമായിരുന്നു. ബൈത്തുൽ മാൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ വൃക്ഷങ്ങളുടെ മുകളിൽ കൊണ്ടുവന്ന് കെട്ടിവെക്കുമായിരുന്നു. ومن يعرض عن ذكر ربه يسلكه عذابا صعدا وأن لو استقاموا على الطريقة ഇസ്ലാം നിർദ്ദേശിച്ച മാർഗരേഖയിൽ അവർ കൃത്യമായി നിലയുറപ്പിക്കുന്നു എങ്കിൽ അവർക്ക് സമൃദ്ധമായ വെള്ളം നാം കുടിപ്പിക്കും. റിസ്ഖൻ വാസിഅൻ എന്നാണ് മുഫസ്സിരീങ്ങൾ ഇതിനെ വിവക്ഷിച്ചിരിക്കുന്നത്. വിശാലമായ ജീവിത ഉപാധികളെ നാം ഒരുക്കും. നല്ല ഭക്ഷണം, നല്ല വെള്ളം, നല്ല താമസ സൗകര്യം, ഇതെല്ലാം അല്ലാഹു ഒരുക്കി തരും.
എന്തിനു വേണ്ടിയാ? ദുനിയാവിന്റെ പണവളം വന്നിട്ട് വഞ്ചിതരായി പോകുക, പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ദീനിന്റെ പേരിൽ ദുനിയാവ് വരുന്നതും പരീക്ഷണമാണ്. ഏതൊരാള് ദീനിന്റെ പേരിൽ ദുന്യവിയായ പ്രസരിപ്പ് വന്നു കൂടുമ്പോൾ അല്ലാഹുവിനെ വിസ്മരിച്ച് കളയുന്നു എങ്കിൽ, ദീനിന്റെ സംവിധാനങ്ങളെ അവമതിക്കുന്നു എങ്കിൽ, അവനെ നാം കുടുസായ ശിക്ഷയിലേക്ക് കയറ്റി വിടുന്നതാണ്. പിന്നെ രക്ഷപ്പെടാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന ദീനുൽ ഇസ്ലാം ഒരു ബൃഹത്തായ സംവിധാനമാണ്. ഭൗതികവും ആത്മീയവും ഭൗതികവും പാരത്രികവുമായ എല്ലാ അനുഗ്രഹങ്ങളെയും നമ്മിലേക്ക് വന്നണയ്ക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്, വന്ന് ചേർക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്, നമ്മളിലേക്ക് അടുപ്പിക്കുന്ന ഒരു സംവിധാനമാണ്. രണ്ട് വസ്തുക്കളെ കൂട്ടിയോജിപ്പിക്കാൻ മൂന്നാമതൊരു ഘടകം അനിവാര്യം എന്നതുപോലെ രണ്ട് ഹൃദയങ്ങളെ കൂട്ടിയോജിപ്പിക്കാൻ ഉള്ള സംവിധാനം ഇസ്ലാമാണ്. ശരിയായ ഹൃദയത്തിൽ ഈമാനും ജീവിതത്തിൽ ഇസ്ലാമും ഉണ്ട് എങ്കിൽ വീട്ടിൽ ഭിന്നത ഉണ്ടാവില്ല, കുടുംബത്തിൽ ഭിന്നത ഉണ്ടാവില്ല, സാമുദായിക ഭിന്നത ഉണ്ടാകില്ല, നാട്ടിൽ കലഹങ്ങൾ ഉണ്ടാകില്ല. അല്ലാഹു ശരിയായ ഇസ്ലാം പഠിക്കാനും ജീവിതത്തിൽ കൃത്യമായി പാലിക്കാനും തൗഫീഖും ഹിദായത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.